Happy birthday to you. Happy birthday to you. Happy birthday dear Bindu. Happy birthday to you. Dear. May God bless you dear. ഞാൻ മുമ്പേ കൊടുത്തു അതുകൊണ്ട് ഇനി തരുന്നില്ല. നീ മുറിക്കുന്നുള്ള വലിയ ഭക്ഷണമായിട്ട് മുറിക്കുക എനിക്കുള്ളത്. പിന്നെ അവിടെ കൊണ്ട് നിന്നോ? 11 അല്ല 11 കേട്ടോ. ചെറുതായിട്ട് മുറിക്കുന്നത്. ചെറുതായിട്ട് കൊടുക്കും ചെറുതായിട്ട്. ഇതൊക്കെ മുറിക്കാൻ തന്നെ ഈ പഠിക്കുന്നത്. അവിയെല്ലാം മുറിക്കുന്ന പോലെ മുറിക്കേ. അപ്പഴല്ലേ എല്ലാരും കഴിക്കാറുള്ളൂ. എല്ലാം കഴിക്കില്ല. അന്നേരം നിങ്ങളൊന്നും കഴിക്കണ്ട. അത് പറ്റുമോ? അതെ ഒരു കൂട്ടം കിട്ടിയില്ലേ? അത് ഈ കുട്ടിപ്പെട്ടതല്ല. Birthday to dear. May God bless you dear. Stay blessed. പറയുന്നതാ കൊച്ചേ. വലിയൊരൊക്കെ പറയുന്നതാ. എന്തേ ഞാൻ കേക്ക് കൊണ്ടുവന്നപ്പോ പോയോ? രമ്യ കേക്ക് തരാം. രമ്യ ഞാൻ ഇവിടെ ഇരിക്കട്ടോ. എണ്ണം കൂടിയാലും വിജിക്കിന് വലിയ ആഘോഷം വരുവാ പെരുന്നാള്. അടുത്ത ഞാൻ പിടിച്ചിട്ടാണോ? അത് തന്നെയാണോ കഴിഞ്ഞ ആഴ്ച ശുദ്ധ മലയാളത്തിൽ ഞാൻ പറഞ്ഞു ഇവരെല്ലാം കൂടെ അപ്പം ഇറച്ചി ഉണ്ടാക്കി തരാൻ. എന്നാ തിന്നത് പോവാൻ മിക്കവാറും. ഞങ്ങള് കൂടത്തില്ല. മനസ്സിലായി. എന്റെ പൊന്നോടേനെ ഇങ്ങനെ ഒരു 10 രൂപ പോകും. എപ്പോഴൊക്കെ കഴിക്കുന്നില്ല. അപ്പം വേണ്ട. കപ്പ ബിരിയാണി ഉണ്ടാക്കാം. വേറെ സ്ഥലം പറ. പിന്നെ പായസോ? അല്ല ആരും പറഞ്ഞോണ്ടിരിക്കുന്ന സാധനം എന്തോ ബീഫോ? ഇതൊക്കെ ഇവിടുത്തെയാ? ഇവിടുന്ന് അല്ലേ? ബീഫോ നമ്മുടെ മണിപ്പടിയിലെ ഇതാ ഗോവിന്റെ അടിയിലുണ്ടായിരുന്നു. ഏത്തക്കാപ്പം ബീഫോ? ഉണ്ടായിരുന്നു. ഞങ്ങൾ മേടിച്ചത്. ഞങ്ങളൊരു 4-5 മാസം മുമ്പ് പഴംപൊരി നല്ല ടേസ്റ്റ്. പഴംപൊരിക്കകത്ത് വെക്കുവാണോ? അല്ല അല്ലാതെ അത് മുക്കിട്ടിന് മുഖത്തിൻ്റെ നല്ലതാ. വിജയുടെ ചിരിക്കുന്നുണ്ടോ? വിജയ അങ്ങോട്ട് ഞാനും കേട്ടിട്ടില്ല. ഞാനും കേട്ടിട്ടില്ല. ആ യൂട്യൂബ് ഇന്ന് ചെന്ന് നോക്കിയിട്ടുള്ള ഏത്തക്കാപ്പം ബീഫും അല്ലേ? നല്ല ഞാൻ മേടിച്ചു വെച്ചു. നല്ല ടേസ്റ്റ്. ബീഫ് മേടിച്ച് കറി വെച്ചാൽ മതില്ലേ? ഏത്തക്ക വേണേൽ ഏത്തക്കാപ്പൊളി വേണേൽ നമുക്ക് ഉണ്ടാക്കാമല്ലോ. വെറൈറ്റി വെക്കാന്ന് ഓർത്താണ് പറയാ. ചേച്ചിയല്ലേ ഇരിക്കുന്നത്? നമുക്ക് ഏത്തക്കാപ്പം ഉണ്ടാക്കാം. ഏത്തക്ക മേടിച്ചാൽ കൂടെ ഉണ്ടെങ്കിൽ ഏത്തക്കാപ്പം ഉണ്ടാക്കാം. സജിനി എടുക്കും. സജിനി എടുത്തേ. അവൾക്ക് ഷുഗറാ. ആണോ? ആ ശരിയാ. കേക്കിന് ഷുഗർ ഒന്നുമില്ല പോടുന്നു. കേക്കിന് ഷുഗറാന്ന് പറ. സജിനിക്കില്ല ഷുഗർ. സജിനിക്ക് ഷുഗർ ഒന്നുമില്ല. സജിനിക്ക് കൂടി അസുഖമല്ല ഉണ്ട് പ്രസവമായിട്ടും. നോക്കിട്ട് കൂടുതലാന്നാ പറഞ്ഞ പ്രഷർ കൂടുതലാ. അല്ല ഈ എന്റെ കൊച്ചുപോലെ അതിനകത്ത് മിച്ചം വെച്ച ചില പ്ലേറ്റ് കൊടുക്കാനേ പറഞ്ഞു. ഇത് മോതയ്ക്ക് തയ്ക്കോ? ഇത് ഇത് മുഖത്ത് തയ്ക്കോ? കുറച്ച് കാപ്പി വരുന്നുണ്ട്. കാപ്പിടിയും പഞ്ചസാരയും കൂടെ തയ്ച്ചു വിടാം. ചിലപ്പോ അത് അല്ലെന്ന് അങ്ങനെയായിരുന്നു. അല്ല നമ്മളോ തിഞ്ഞ് കടുപ്പിട്ട് മാവ് കഴിക്കുന്നതിൽ കുഴച്ചിഞ്ഞ് തേക്കുമോന്ന്. കട്ടൻ കാപ്പിയും കൂടെ ഒഴിച്ചിട്ടേ മുഖത്തോട്ട് തേച്ചാലും മതി. എന്റെ വീടേ ഉള്ളു ചെറുക്കടവില്. അവരുടെ ബുദ്ധി എനിക്ക് കിട്ടിയിട്ടില്ല. ചെറുക്കടവില് ബുദ്ധി കിട്ടിയിട്ടില്ല. അതിനിടെ അവിടെ ഉള്ളവർ മുഴുവൻ ബുദ്ധി കെട്ടവരാണ്.
ആണോ എന്നാ അവരാ മറ്റേ നെല്ലിക്ക തിന്നിട്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിച്ചിട്ട് കിണറിലെ വെള്ളത്തിന് മധുരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് രാത്രിക്ക് എന്നാൽ കിണറിന്റെ 4 സൈഡിൽ ഇങ്ങനെ കയറിട്ട് കെട്ടി വലിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ നോക്കി വട്ടം പക്ഷെ ഇതറിഞ്ഞ് ഞങ്ങളുടെ ആയുഷം കൂടെ ഞങ്ങൾ കെട്ടിക്കത്തില്ലായിരുന്നല്ലേ എൻ്റെ ദൈവം അയ്യോ അല്ല ഇങ്ങനെ പണ്ടത്തൊക്കെ വരെ വഴങ്ങുന്നത് നമ്മൾ കേൾക്കുമല്ലോ കുങ്കുന്നം ചിറക്കടകാരെങ്കിലും കാണുന്നുണ്ട് ക്ഷമിച്ചേക്കണം ചിറക്കടകാരിയായി പറഞ്ഞേക്കുന്നത് ഞങ്ങളല്ല ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്തതാണ് അവനവന്റെ തെറ്റേറ്റ് പറയുന്നതിനകത്ത് ഒരു കുഴപ്പമില്ല. ആ പേപ്പർ ഇട്ട് തൂക്കുമോ ഇനി പേപ്പർ വെച്ചേക്കുന്നേ അടുത്ത ആഴ്ച ഒരു 2 കേക്ക് കൊണ്ടുവരാമോ? അതിനാ ഇത് കണ്ടില്ലേ? ഇതിനുമല്ല പേപ്പർ സൈഡ് ഇരുന്നേ. അടുത്ത പ്രാവശ്യം പ്ലം കേക്ക് വേണ്ട. അല്ല ഇത് കണ്ടാലും കൊടുക്കാൻ തോന്നുന്നുണ്ട്. പലകയുള്ള ഒരു സൈസ് കഴിക്കില്ല അതാണ് ഇവക്ക് കൊട്ട കയറി ഇരിക്കുകയും പറഞ്ഞ പൂ തിന്നണ്ടോ? ഡെക്കറേഷൻ കേക്കിന്റെ കാര്യം പറയുന്നത്. ഡെക്കറേഷൻ കേക്കിന്റെ കേക്ക് ഈ പറയുന്നത് നടുക്കിരിക്കുന്ന പൂ എനിക്ക് തല വെക്കാനാണോ? അത് ചെവി പറ വെക്കാനാണോ? അത് കുറെ നേരം കഴിയുമ്പോ അലിന്ന് പോകും. നടുക്ക് പൂവുണ്ടോ ഇല്ലയോ എങ്ങനെയാ അറിയുന്നേ? ഇല്ല അത് അങ്ങനെയല്ല ഒരെണ്ണം നടുക്ക് മാത്രമൊന്നുമല്ല. അത് എങ്ങനെ വേണേലും ഡിസൈൻ തന്നെ അവര് ചെയ്യും. ഞങ്ങള് നടുക്ക് പൂവുള്ളത് വേണ്ടെന്ന് വെക്കും. അപ്പൊ എന്നെ ചെയ്യും. നമ്മൾ സാധനങ്ങൾ വേസ്റ്റ് ആക്കുന്നതാണ്. എന്റെ ദൈവമേ ആ പേപ്പർ ഒന്ന് മേടിച്ച് കളയാർക്കെങ്കിലും ഈ സബ്ജക്ട് ഞാൻ ഈ വർഷം ആദ്യത്തെ കേൾക്കാം. ഞാൻ കേക്ക് തിന്നതേ മഹാദേവ തങ്കമണി ചേച്ചി അതൊന്ന് മേടിച്ച് കളഞ്ഞേ. കത്തിക്ക് ചൊരണ്ട ആ പൂച്ചയ്ക്ക് അത് മേടിച്ചു കൊടുക്ക. അതെങ്കിലും തിന്നരുത്. പൂച്ചയ്ക്ക് പോലും എന്തൊരു കഷ്ടമായത്. ആ കണ്ടോ ഇങ്ങനത്തെ പറ്റിയ ചേട്ടത്തിമാരുണ്ട്. പിന്നെ എന്നാ വേണം? ഇല നോക്കി പട്ടിയാക്കി ആ കൊച്ചിന്റെ ആഗ്രഹമല്ലേ ദൈവമേ അടുത്ത ആഴ്ച ബിജി 2 കേക്ക് കൊണ്ട് കേക്ക് മേടിച്ചോണ്ട് വന്നേ പറ്റുള്ളൂ. അതുകൊണ്ട് ആ ഒരു കാര്യം പേപ്പർ ഉണ്ടോ നോക്കണം. ആ പേപ്പറും കൂടെ വേണം. പേപ്പറുള്ളത് വേണേ. അപ്പൊ ഞാൻ നയിക്കുന്നുണ്ടല്ലേ അടുത്ത പ്രാവശ്യം 2 കേക്കാണ് മനസ്സിലായി. നക്കിയപ്പോ നക്കിയാണ് നക്കിയായി. അത്ര പ്ലാൻ ഉണ്ടായില്ലേ? കൊണ്ടാണോ പ്ലാൻ? നക്കാനായിരിക്കും. അല്ല നോക്കാം എത്ര വൃത്തിക്ക് കേക്ക് തിന്നാൻ പറ്റുമോ? 2 പേരും കൂടെ കൂടി ഇരുന്ന് നക്കാനാ. വെറുതെ വീട്ടിൽ ഇരിക്കുന്നതിന് പറയണ്ട. ചിലതിനൊന്നും നാക്കില്ലല്ലേ? ചിലതിനൊന്നും ഇവിടെ നാക്കില്ല. കേക്ക് ചിലപ്പം അത് കേക്കിന്റെ മധുരത്തിനടിയിലായിട്ട് സജിനി റീന അവർക്കൊന്നും ഇല്ല. എടുത്ത് വെച്ചാൽ മതി. അടുത്ത കടയിലും കൊടുക്കാം. മധുരം വെച്ചിട്ട് ചെന്നപ്പോഴത്തേന് ബുദ്ധി കെട്ടുപോയി. അതാ ഈ കൊണ്ടാക്കുന്നുണ്ട്. നേരം കിട്ടാനുണ്ട്. കാപ്പിയാണോ ഒരു ഗ്ലാസ് കേക്ക് രമ്യക്ക് ഭയങ്കര ക്ഷീണം. അങ്ങോട്ട് നിൽക്കുക. രമ്യയുടെ മുഖത്തോട്ട് നിൽക്കുക. ക്ഷീണമല്ല പിന്നെ മേശപ്പുറം ഇനി വൃത്തിയാക്കി കൊടുക്കണ്ടേ? ഇരുന്ന് നക്കിയപ്പോ ഓർക്കണ്ടായിരുന്നു. പൂരം കഴിഞ്ഞ ഉത്സവപ്പുറം പോലെ മേശപ്പുറം കിടക്കുന്നത് ഇപ്പൊ. ഞങ്ങളൊക്കെ നോക്കാം എവിടെയല്ല ഞങ്ങളിങ്ങനെ നല്ല ഡീസന്റ് ആയിട്ടിരിക്കും. അതിന്റെ മണ്ടി കയറി ഇരിക്കാൻ ആരെങ്കിലും പറഞ്ഞായിരുന്നു. ബിന്ദുവാ കേക്ക് കൊണ്ടതും മുറിച്ചതും. ആ കൊണ്ടെന്നോട്ട് കുഴപ്പം. തീർച്ചയായിട്ടും കേക്ക് കൊണ്ടുവന്ന പേപ്പർ എത്ര വൃത്തിയാക്കിയിട്ടുണ്ട്, പ്ലേറ്റ് എത്ര വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ആ ഗ്ലാസ് എല്ലാം കൂടെ അങ്ങ് വൃത്തിയാക്കിക്കോ. ഓരോ ഗ്ലാസ് എടുത്തോ വൃത്തിയാക്കി വെച്ചാൽ മതി. എന്തിനാണ് കരയുന്നത്? കേക്ക് തിന്നതിന്റെ സന്തോഷത്തിലിരിക്കുക. നിങ്ങൾ ചിരിപ്പിച്ച് അതിനെ ചോമ്പിക്കാതെ. ഇത് റീന ചോദിച്ചില്ലായിരുന്നല്ലേ? അതിന്റെ ഇടയിൽ ചൊവയൊക്കെ നടന്നു. ഇപ്പം ചോദിപ്പിച്ച് ഇറങ്ങിയുള്ളൂ. ചുമ്മാ ഇന്നത്തെ പരിപാടി നിർത്താല്ലേ? കാപ്പിടി കഴിഞ്ഞു, ഫേഷ്യലിംഗ് കഴിഞ്ഞു, കപ്പളങ്ങ തിന്നു, എല്ലാം കഴിഞ്ഞു. കേക്ക് മുറിച്ചു, ബിന്ദുവിന്റെ ഹാപ്പി ബർത്ത്ഡേ ആഘോഷിച്ചു. ഇന്നത്തെ പരിപാടി ഫോർ ദ ടൈം ബീങ് വി ആർ വൈൻഡിങ്. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഇത് കഴിയുമ്പോൾ എന്നാ പറഞ്ഞേ? കുറെ പോട്ടെ ഇംഗ്ലീഷ് പറയുന്നത് കേട്ടു. ഈ പൊന്നമ്മ ചേച്ചി ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിന്റെ എല്ലാം മലയാളം അത് കപ്പളങ്ങയുടെ ഇംഗ്ലീഷിന്റെ ചോദിച്ച പാർട്ടിയാ പറഞ്ഞിട്ട് കാര്യമില്ല. ഹാപ്പി ബർത്ത്ഡേ ഞങ്ങൾ പറഞ്ഞപ്പോ ബിന്ദുരായിട്ട് വേറെ ആയിട്ടൊക്കെ പറയുന്നത് കേട്ടു. നമ്മൾ ഹാപ്പി ബർത്ത്ഡേ മര്യാദക്കാണ് ഇപ്പൊ ആയിട്ടൊക്കെ പറയുന്നത് കേട്ടു. എന്താ വേണം ഇതൊക്കെ കപ്പളങ്ങയുടെ ഇംഗ്ലീഷ് എന്നാ? ഇംഗ്ലീഷ് പപ്പായ
രമ്യ സ്റ്റേ ബ്ലെസ്ഡ് ഞാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന്. വേറെ കണ്ട് ഇംഗ്ലീഷ് പറയാറുള്ള അതിനിടയ്ക്ക് അത് കാണിച്ചു ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ എന്നോ നമ്മൾ ചെറുപ്പം മുതൽ പഠിക്കുന്ന ഇപ്പൊ കാര്യങ്ങളല്ലേ. ഇപ്പൊ പിന്നെ ഫോർ ദ ടൈം ബീങ് എന്ന് പറഞ്ഞു ഇപ്പൊ സമയമായോണ്ട് നമ്മളിപ്പോ അത് തൽക്കാലം കഴിഞ്ഞാണ് പറഞ്ഞായിരുന്നല്ലോ. എന്റെ പൊന്നുമേ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മീനിങ് പറഞ്ഞു തരത്തില്ല. അത് മീനിങ് പറഞ്ഞു കഴിഞ്ഞാൽ രമ്യ ചിലപ്പോൾ ഇവിടെ നിന്ന് എഴുന്നേറ്റ് ഓടും, അതുകൊണ്ട് പറയുന്നില്ലെന്ന് പറഞ്ഞു. അതെ അതെ അത് പറയാൻ പറ്റില്ല. പക്ഷെ വിജയ് ഒരു കാര്യമുണ്ട്, ഇപ്പൊ യൂട്യൂബിൽ ഒരു സാധനമുണ്ട് ട്രാൻസ്ലേറ്റർ, അതങ്ങോട്ട് രമ്യ കൊടുത്താൽ പറയും. അതും അറിയാമെങ്കിലല്ലേ നോക്കുള്ളൂ. അതുകൂടെ പറ. ഇങ്ങനെ ഇതിന്റെ അർത്ഥം മീനിങ് ചോദിക്കുന്ന ആൾ ഈ യൂട്യൂബിൽ എങ്ങനെ പോയി നോക്കും? അടുത്ത പ്രാവശ്യം തൊട്ട് ഇംഗ്ലീഷ് പറയാൻ പറ്റത്തില്ല. മലയാളിക്ക് മലയാളത്തെ സംസാരിച്ചാണ് കേട്ടോ. ഇംഗ്ലീഷ് ആംഗലേയ ഭാഷ യെസ് സാർ. സർ അടുത്ത ആഴ്ച തൊട്ട് ഫൈനാ ഇവിടെ. ഇംഗ്ലീഷ് സംസാരിച്ചാൽ അവിടെ ഫൈന. മലയാളത്തിലെ കുടുംബശ്രീയാണ് ഇതല്ലേ? കുടുംബശ്രീ. അപ്പൊ ഇനി ബർത്ത്ഡേ ആരുടെ കൂടെ വന്നാ കേട്ടോ. അല്ല ഈ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ജന്മദിനം കുട്ടിക്ക് അല്ല ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ കേട്ടോ. ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ പിറന്നാള്. അതെന്നെ വാക്കാം. അതെന്നെ വാക്കാം. ഇനി അങ്ങനെ പറയാൻ പറ്റുള്ളൂ. സന്തോഷ ജന്മദിനം കുട്ടിക്ക്. ഇനി ഹാപ്പി ബർത്ത്ഡേ ഇവിടെ പറയാൻ പറ്റത്തില്ല കേട്ടല്ലോ. അടുത്ത ആഴ്ച തൊട്ട് സന്തോഷ ജന്മദിനം കുട്ടിക്ക്. അടുത്ത ആഴ്ച എന്റെ പിറന്നാളാ. അങ്ങനെ തന്നെയായിരിക്കും എല്ലാം മലയാളം ഭാഷ. ശരിയും നമ്മുടെ എല്ലാവരുടെയും ബർത്ത്ഡേ എഴുതി വെക്കണം. ഒരു കാര്യം അവര് മറന്നു